കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊന്ന് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുള്ളൻ കിട്ടി. അതാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. മുള്ളൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ മീനൊന്നും അല്ല, എങ്കിലും അത് നല്ല ടേസ്റ്റുള്ളൊരു മീനാണത്. അത് ഉണ്ടാക്കുന്നത് തിളപ്പിക്കണമെന്നാണ് പറയണത്. അത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടാണ് അത് മൂപ്പിച്ച് പൊടികൾ ചേർത്ത് മൂപ്പിച്ചിട്ട് അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് കറിയാക്കുന്നത്. അല്ലെങ്കിൽ അത് ചൊറുക്ക ഇത്തിരി ഒഴിച്ച് വയ്ക്കാം, വിനാഗിരി ഒഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം പുളിയിട്ട് തിളപ്പിക്കാം. അങ്ങനെയാണത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വളരെ 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ചെറിയ പല മീനുകളും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ വെട്ടിയെടുക്കാം. നമ്മുടെ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. 10 കഷ്ണം ഉള്ളി, 10 പച്ചമുളക്, 2 ഇല വേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ് നമ്മളൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാൻ പോണത്. കുടംപുളി നമ്മൾ വെറുതെ അല്ല ഇടുന്നത്, അത് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ട് ആണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ ചതച്ച് വെച്ച സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഈ കറിക്കകത്ത് കല്ലുപ്പാണ് ചേർത്തേക്കണം. നമ്മുടെ ചിലർക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും വേണ്ടത്, ചിലർക്ക് ഇച്ചിരി ഉപ്പ് മുൻപിലായിരിക്കും വേണ്ടത്. അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പുളിയിടാതെ വേണമെങ്കിൽ ഇത്തിരി ചൊറുക്ക ഒഴിച്ചാണെങ്കിലും വെക്കാം. ഞാനിപ്പോൾ 1 കിലോ മീനാണ് എടുത്തേക്കണത്. നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇവിടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അരപ്പ് തിളച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക്. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീനിടണത്. ഉപ്പൊന്ന് നോക്കാം. ഉപ്പും പൊടിയൊക്കെ ഉണ്ട്. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് മീൻ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ചുകൊണ്ട് അധികം സമയമൊന്നും എടുക്കണ്ട. ഒന്ന് തിളച്ചൊന്ന് 2-3 തിളച്ചൊന്ന് പതുക്കൊന്ന് പറ്റിയാൽ മതി. അല്ലാതെ മറ്റുള്ള മീനുകൾ പോലെ ഒരുപാട് വേവുള്ള മീനല്ല ഇത്. മൂടി വയ്ക്കായത്.
അര റെഡിയായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിനകത്തേക്ക് എടുത്ത് വയ്ക്കാം.